ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ കണ്ടാൽ മനസ്സിലാവത്തില്ലേ എന്ന് നമ്മളോട് ചോദിക്കും. ഇനി ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നൊരു അവിയൽ ഉണ്ടാക്കിയ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനൊരു കുക്കിംഗ് എക്സ്പെർട്ടൊന്നുമല്ല, ഓവറായിട്ട് കുക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല, അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കിയ അവിയലൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ തോന്നിയ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ, കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാനിന്നിവിടെ ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറി എന്ന് പറയുന്നത് ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, ബീൻസ്, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ് ആൻഡ് മത്തങ്ങയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ കൂടുതൽ അവിയൽ, കാരണം എല്ലാം കൂടെ കൂട്ടിക്കൊഞ്ഞൊരു പരുവാണ് അവിയലെന്ന് പറയുന്നത്, ഇതിൽ കൂടുതൽ പച്ചക്കറി എടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഫേവറേറ്റ് കാറ്റഗറിയിൽ പെട്ടത്, പിന്നെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതും കൂടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വഴുതനങ്ങ, ചേന ഒക്കെ ഇടാവുന്നതാണ്. പിന്നെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മളുടെ ഒരു നാടൻ രീതിയിൽ നമ്മളൊരു മൺചട്ടിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടിയിലേക്ക് നമ്മളുടെ പച്ചക്കറി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഷേപ്പിലൊക്കെ അരിയാൻ പറ്റുമെങ്കിൽ നമ്മൾ നീളത്തിൽ തന്നെ നമ്മൾ അവിയലിനുള്ള പച്ചക്കറി നമ്മൾ സാധാരണ അരിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ 1/4 ടേബിൾ സ്പൂണോളം നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ആവശ്യത്തിന് ഉപ്പെന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പച്ചക്കറിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് ഉപ്പിടുന്നത്. അതുകൊണ്ട് നമുക്കൊരു കറക്റ്റ് കണക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കറിവേപ്പിലയും അതുപോലെ തന്നെ മുളകിന് പകരമായിട്ട് ഞാനിവിടെ കാന്താരി, നല്ല ഉണ്ട കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ളതാണ്. അതും ഇട്ടിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വേവിക്കാൻ വെക്കുക. ആ ടൈം കൊണ്ട് നമ്മൾ തേങ്ങ, അതുപോലെ തന്നെ ജീരകം, ഈ കാണുന്ന ജീരകം, നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുക മീൻസ് നമ്മൾ പേസ്റ്റ് രൂപത്തിലൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ദെൻ നമ്മൾ നമ്മൾ പച്ചക്കറി വേകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചതിടാം. അപ്പം നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് ഇതിൽ കുറേ വെള്ളമുണ്ട്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് വെച്ചതാണ്. കാര്യം ചിലവരല്ല, മിക്ക ആൾക്കാർ നമ്മളുടെ അവിയൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അധികം വെള്ളം വെക്കാറില്ല. പക്ഷെ ഞാൻ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ, അപ്പം ഞാൻ കുറച്ച് വെള്ളം നീട്ടി വെക്കാറുണ്ട്. ദെൻ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് ആ ചട്ടി പൊക്കി ഞാൻ കയ്യിൽ നിന്ന് എങ്ങനെ താഴെ പോയാലോ എന്നുള്ളൊരു പേടിയിലാണ്. എന്നാൽ കൈ കൊണ്ട് അങ്ങനെ ചട്ടി ഇങ്ങനെ ആക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മളുടെ അവിയലൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് എൻ്റെ അവിയൽ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഒരു അവിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം.